നമുക്ക് ഈയിടെ സെലിബ്രിറ്റീസ് അപ്ലോഡ് ചെയ്ത മെറ്റേണിറ്റി ഫോട്ടോസിലേക്ക് നോക്കാം. ദീപിക പദുക്കോൺ ഒരു മോണോക്രോം ടോണിലാണ് ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതൊരു മൂവ്മെന്റ് ടൈപ്പുള്ള പോസും കാര്യങ്ങളൊക്കെയാണ് അതിനായിട്ടുള്ളത്. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് അമി ജാക്സന്റെ ഫോട്ടോസാണ്. അത് നല്ലൊരു ഒരു വോഗ് ഫോട്ടോഷൂട്ടിന്റെ ഒക്കെ ഒരു ടച്ച് ഉണ്ട്. നല്ല കളർ ടോണ്, ഒരു ഹോളിവുഡ് ഫീല്. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ഫോട്ടോസ് പ്രൊഫൈലിൽ കാണാം. നല്ല നല്ല എല്ലാം ഒന്നിനൊന്നും മെച്ചമുള്ള ഫോട്ടോസാണ്. അത്യ ഷെട്ടിയുടെയും ഏകദേശം ആ ഒരു ഫോർമാറ്റിലാണ് വരുന്നത്. അവർ ഒരു 3-4 ഫോട്ടോസ് മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. എന്നാലും അത്യാവശ്യം നല്ലൊരു ഫീൽ വരുന്ന ഫോട്ടോസാണ്. പിന്നെ ഇവിടെ എത്തുമ്പോൾ നമ്മൾ അമല പോളിന്റെ ഫോട്ടോസ് അത് ജസ്റ്റ് പോസ് ചെയ്തിട്ടുള്ള നമ്മളൊരു ബാക്ക് ഡ്രോപ്പിലൊക്കെ എടുത്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഫോട്ടോസാണ്. ഇത് കാണുമ്പോൾ എനിക്ക് മറ്റേ അനുഷ്ക ശർമ്മ ആദ്യം ചെയ്ത അവരുടെ ബ്രാൻഡിന് വേണ്ടി എഡ്മമ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ചെയ്ത ഫോട്ടോഷൂട്ടാണ് ഓർമ്മ വരുന്നത്. അത് കുറച്ചുകൂടി ഒരു ക്രിയേറ്റീവ് സ്റ്റൈലുള്ളതാണ്. കുറച്ച് പോസ് കാര്യങ്ങൾ ഫണ്ണായിട്ടുള്ളതൊക്കെ. പിന്നെ ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണയുടെ മോണോക്രോം പടങ്ങളൊക്കെ ഇഷ്ടമായി. ബാക്കിയുള്ളതൊക്കെ അവർ മൊബൈലിൽ എടുത്തിട്ട് സെറ്റ് ചെയ്തതാണ്. പിന്നെ റിച്ച ചദ്ദയുടെ ഫോട്ടോഷൂട്ടും അതും ഏകദേശം ഒരു മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അതായത് മോണോക്രോം പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിന്നെ പോസ് ചെയ്തിട്ടുള്ള ഫോട്ടോഷൂട്ടൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ എനിക്കിഷ്ടപ്പെട്ടത് അമി ജാക്സന്റെ ഫോട്ടോസാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു വോഗ് മാഗസീനിന്റെ ഒക്കെ ഒരു ഫോട്ടോസ് പോലെ തന്നെ നല്ലൊരു സ്റ്റോറി ടെല്ലിംഗ്, പിന്നെ ഒരു ലക്ഷറി സ്റ്റൈലിംഗ്, പിന്നെ ഒരു ഡ്രമാറ്റിക് ലൈറ്റിംഗ്, വിഷ്വൽ ഫാന്റസി, അങ്ങനെയൊക്കെ എല്ലാം കൂടിച്ചേർന്ന് നല്ലൊരു പടങ്ങളാണ്.